കുടിവെള്ള മാഫിയയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കർശന നടപടികൾ പ്രഖ്യാപിച്ചു. കുടിവെള്ളം കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് ഇനി മുതൽ നീല നിറം നിർബന്ധമാക്കും. ഓരോ മാസവും ജലസ്രോതസ്സുകളിൽ പരിശോധന നടത്തും. ടാങ്കറുകളിൽ പോലീസ് പരിശോധന കർശനമാക്കുന്നതടക്കം 7 നടപടികളാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് നഗരവികസന മന്ത്രി മഞ്ഞളാംകുഴി അലി അറിയിച്ചു. കേരളീയ സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള കുടിവെള്ള മാഫിയയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയെ തുടർന്നാണ് നഗരവികസന മന്ത്രി ഉന്നതതല യോഗം വിളിച്ച് കർശന നടപടികൾ പ്രഖ്യാപിച്ചത്. സോഴ്സ് വളരെ മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ ലാഭത്തിന് വേണ്ടി ചില ആൾക്കാരെ എടുക്കുന്നുണ്ട്. കറക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഇല്ലാതാക്കാൻ, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവിഷ്കരിച്ച നടപടികൾ ഇവയാണ്. കുടിവെള്ള ടാങ്കറുകൾ ഇനി മുതൽ പോലീസ് കർശനമായി പരിശോധിക്കും. ദശഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. കുടിവെള്ള ടാങ്കറുകൾക്ക് നീല നിറം നിർബന്ധം. കുടിവെള്ളമാണ് കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തമായി വണ്ടികളിൽ എഴുതി വെക്കണം. മഞ്ഞ നിറമുള്ള ലോറികളിൽ കുടിവെള്ള വിതരണം ഒരു കാരണവശാലും അനുവദിക്കില്ല. വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധന വഴി ഉറപ്പാക്കും. ജലാശയങ്ങളിൽ നിന്നും നേരിട്ട് ടാങ്കറുകളിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യരുത്. വിതരണത്തിനായി വെള്ളമെടുക്കുന്ന ജലസ്രോതസ്സുകളിൽ ഓരോ മാസവും പരിശോധന നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ പെരിയാറിൽ നിന്ന് കുടിവെള്ളം ശേഖരിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിരോധിച്ചു. വയനാട്ടിൽ കാട്ടരുവി സ്വകാര്യ റിസോർട്ടിന് 100 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ നടപടി ഗ്രാമപഞ്ചായത്ത് റദ്ദാക്കി. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളമെന്ന പേരിൽ വിതരണം ചെയ്യുന്നത് മലിനജലമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പെരിയാർ തുടങ്ങിയ ജലാശയങ്ങളിൽ നിന്ന് നേരിട്ട് വെള്ളമെടുക്കുന്നതിന് ഇന്നു മുതൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇറങ്ങി. മലിനജലം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഷെയ്ഖ് പരീദിന്റെ നടപടി. എന്നാലും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളിപ്പോ കുറെ കൂടെ കർക്കശമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ കുടിവെള്ള അംഗീകരിച്ച സ്രോതസ് അല്ലാതെ കുടിവെള്ളം എത്തിക്കാൻ പാടില്ലെന്ന്, അതുപോലെ തന്നെ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ കുടിവെള്ള ടാങ്കറുകൾക്ക് പ്രത്യേക കളറടിച്ച് നീല കളറടിച്ചിട്ടുള്ള ബോഡിയായിരിക്കണം. ഒരു കാരണവശാലും കുടിവെള്ളം കൊണ്ടുവരുന്ന ടാങ്കറുകളിൽ മറ്റു വെള്ളം കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട ആ ടാങ്കർ കോൺഫിസ്കേറ്റ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ പെരിയാറിൽ നിന്നും വെള്ളം എടുക്കാൻ നിരോധിക്കുകയാണ് ഞങ്ങളിപ്പോ. പെരിയാർ ഇതിന് വെള്ളം യാതൊരു കപ്പാസിറ്റി എടുക്കാൻ പാടില്ല. കാട്ടരുവി 99 വർഷത്തേക്ക് സ്വകാര്യ റിസോർട്ടിന് പാട്ടത്തിന് നൽകിയ നടപടി വയനാട് വെള്ളമുണ്ട പഞ്ചായത്ത് റദ്ദാക്കി. ചട്ടങ്ങൾ ലംഘിച്ച് നൽകിയ കരാറിനെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് കരാറിൽ നിന്ന് പഞ്ചായത്ത് പിൻവാങ്ങിയത്. മറ്റൊരു വശത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചില്ല. ഇപ്പൊ പിന്നീട് ചൂഷണം ചെയ്യപ്പെടുന്നു. വിദഗ്ധമായി നമ്മുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ പോയി വിദഗ്ധമായി പഠിച്ചപ്പോ നമുക്ക് ബോധ്യം വന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്. മലിനജലം വിതരണം ചെയ്യുന്നത് നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആർച്ച് ബിഷപ്പ് സൂസെപാക്യം. ജനങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. കുടിവെള്ള മാഫിയയ്ക്കെതിരെയുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മനോഭാവത്തോടുകൂടി ഈ ജനങ്ങളെ ചൂഷണം ചെയ്ത് കുടിവെള്ളത്തിന് പകരം മലിനജലം വിൽക്കുന്ന ഈ അവസരത്തിൽ അത് വളരെയധികം അടിയന്തരമായിട്ട് സർക്കാരും ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകളും ഇതിനെതിരായിട്ട് മുന്നോട്ട് വരേണ്ടത് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. ഈ ജനങ്ങൾ വില കൊടുത്ത് മേടിക്കുന്ന വെള്ളം അത് ഒരു മാലിന്യമില്ലാത്ത വെള്ളമാണ്, അത് രോഗാണുക്കൾ ഇല്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തി കൊടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കടമ സർക്കാരിന് തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിനോട് എനിക്ക് വളരെയധികം നന്ദി തോന്നുന്നു. നല്ല തക്ക സമയത്താണ് അവര് ഇത് കണ്ടുപിടിച്ച് ഈ വെള്ളത്തിന്റെ ഒരു ക്വാളിറ്റി പരിശോധിച്ചതിന് ശേഷം ഇതിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെല്ലാം പൊതുജന കൊണ്ടുവന്നിട്ടുള്ളത്. 4 ദിവസം ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കാനാവുമോ? മലിനമാവുന്ന ജലസ്രോതസ്സുകളുടെ വാർത്തയുടെ മറുപുറം കാണുക. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻപാറ ലക്ഷം വീട് കോളനി. പതിറ്റാണ്ടുകളായി ദാഹിക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുണ്ടിവിടെ. വെയിലുകാഞ്ഞു നിൽക്കുന്ന പൊതുടാപ്പുകൾക്കരികെ വെള്ളത്തിന് വഴിക്കണ്ണുമായി കാവലിരിക്കുന്നവർ. വർഷത്തിൽ 5 മാസം വെള്ളം കിട്ടാറില്ല. കുടിവെള്ളം മുട്ടിയിട്ട് ഒന്നും രണ്ടുമല്ല 30 വർഷത്തിലേറെയായി. ഒരു മണിക്കൂർ കഷ്ടിച്ചു വരും, എന്നാലും ബുദ്ധിമുട്ടാണ്. പൊതുടാപ്പിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാൻ കുഞ്ഞുങ്ങളെ കാവലിരുത്തിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. വീതിച്ചെടുക്കുന്ന ഇത്തിരി വെള്ളം കൊണ്ട് ദുരിത ജീവിതം. ദിവസം 3-4 കുടത്തിലേറെ ചെലവാക്കിയാൽ പിന്നെ 200 രൂപ കൊടുക്കണം ഒരു ടാങ്ക് വെള്ളത്തിന്.
അതിനും ചിലപ്പോൾ ഏറെ കാത്തിരിക്കേണ്ടി വരും. ഒരു വീട്ടിൽ കുറഞ്ഞ 4 അംഗങ്ങൾ കാണും. അവർക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം വേണം. ഇതിലും ദൂരെ മലകളിലൊക്കെ വെള്ളം എത്തുന്നു. ഈ പാണ്ടാമ്പാറ മാത്രം വെള്ളം വരാത്തതിന്റെ കാരണം എന്തുവാ? തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പാണ്ഡവൻപാറയിലേക്ക് രാഷ്ട്രീയ കക്ഷികളെത്തും. എന്നിട്ട് പറയും, വിലയേറിയ സമ്മതിദാനാവകാശം തരൂ, പകരം ഞങ്ങൾ കുടിവെള്ളം എത്തിക്കാം. പക്ഷേ ഇവരുടെ പ്രതീക്ഷയുടെ ടാപ്പിലൂടെ ഇതുവരെ കുടിവെള്ളം എത്തിയില്ല. ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് രൂക്ഷമായ കുടിവെള്ള